ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ മാങ്ങ വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി പുട്ടുണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ തോന്നിയൊരിതാണ് കേട്ടോ, മാങ്ങ വെച്ചിട്ട് മാങ്ങയും പുട്ടും കൂടി കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒന്നൊരു മാങ്ങാ പുട്ടുണ്ടാക്കാം. അതാകുമ്പോൾ സിമ്പിളായല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ മാങ്ങ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ പൾപ്പുണ്ടല്ലോ അത് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ മാങ്ങയുടെ പൾപ്പ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കട്ട ഒത്തിയിട്ട് വല്ല ലഡു പോലെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരിവാക്കുക. ഇതെന്താണ് പാത്രം ഇങ്ങനെ തിരിയണം, നല്ല ചിലവുണ്ടാവില്ലേ. ചിലവുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തോ. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെ. തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള മാമ്പഴ പുട്ടുണ്ടല്ലോ, അത് നല്ല മാമ്പഴം കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ, ചൂടോടെ കഴിക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ മാമ്പഴ സീസണൊക്കെ ആയിട്ട് ഈ ഒരു പുട്ടുങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വരാൻ പോണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.